ആപ്കി അദാലത്തിൽ രവിശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു അഹങ്കാരിയാണ് എന്നുള്ളതാണ്. രവി, ഞാൻ താങ്കളുടെ ക്രിക്കറ്റ് റെക്കോർഡൊക്കെ ഒന്ന് നോക്കി. 23-ാമത്തെ വയസ്സിൽ താങ്കൾ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിരിക്കുന്നു. 24-ാമത്തെ വയസ്സിൽ 200 റണ്ണും 100 വിക്കറ്റും എടുത്തിരിക്കുന്നു. അതൊരു അത്ഭുതകരമായ റെക്കോർഡാണ്. പക്ഷേ രവിശാസ്ത്രി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ജനങ്ങൾ രവിശാസ്ത്രി ഗോ ബാക്ക് എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഞാൻ വരുമ്പോൾ എന്നെ അരകനെ പോലെ തോന്നും. എൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്. ഞാൻ വളരെ സെൽഫ് കോൺഫിഡൻസ് ഉള്ളയാളാണ് എൻ്റെ എബിലിറ്റിയിൽ. തന്നെയുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് ഒരു സീരിയസ് ആയ ഗെയിമാണ്. അതുകൊണ്ട് ഓൺ ദ ഫീൽഡ് ഞാൻ ടൈം പാസ് ഒന്നും കാണിക്കില്ല. ഞാൻ എക്സ്ട്രീംലി ഹാർഡായിട്ട് കളിക്കും. അതുകൊണ്ട് ചില സമയത്ത് ചിലരൊക്കെ കരുതും ഞാൻ വളരെ അരകണ്ടായ ഒരാളാണെന്ന്. പക്ഷെ പബ്ലിക് രവിശാസ്ത്രി 100 റൺ അടിച്ചാലും ശരിക്കും ടെൻഷൻ ആകുകയാണ്. വിക്കറ്റ് എടുത്താലും അങ്ങനെ തന്നെയാണ്. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ അതേ ആളുകൾ തന്നെ എന്നെ കാണുമ്പോൾ, അതായത് ഓഫ് ദ ഫീൽഡ് എന്നെ കണ്ടുമുട്ടുമ്പോൾ, അവർ തന്നെ പറയും നിങ്ങൾ വളരെ അരകൻ്റാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്, പക്ഷേ നിങ്ങൾ ലൈഫിൽ വളരെ സോഫ്റ്റായ ഒരു വ്യക്തിയാണല്ലോ എന്ന്. താങ്കളുടെ ഓപ്പണൻസ് ആക്ച്വലി ഓസ്ട്രേലിയ, ഇംഗ്ലീഷ് പ്ലേയേഴ്സ് എല്ലാവരും. പക്ഷേ പബ്ലിക് എന്താണ് പറയുന്നതെന്നുള്ള കാര്യം അവർക്കാർക്കും അറിയില്ലല്ലോ. അതെ, അവരും ഹിന്ദി പഠിച്ചു, വളരെ വേഗം പഠിച്ചു. പിന്നെ കളിയാക്കാനും തുടങ്ങി. കാരണം അവർക്കറിയാം ഇവർ വളരെ മോശം ആൾക്കാരാണെന്ന്. അതായത് ക്രൗഡ് അത്രത്തോളം ബഹളം വെക്കുമായിരുന്നു. ഞാനും കേട്ടിരുന്നു. ആക്ച്വലി ജനങ്ങൾ താങ്കളോട് ഗോ ബാക്ക് എന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഹായ് ഹായ് എന്ന് പറയുന്നോട് തോന്നുന്നു. അതെ അതെ, അത് പിന്നീടായിരുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് രജിത് സാർ. അതിനുശേഷമാണ് ഞാൻ അതൊക്കെ പഠിച്ചത്. ഞാൻ എപ്പോൾ കമന്ററിയിലേക്ക് വന്നോ, ആരെല്ലാം എന്നെ ഗോ ബാക്ക് എന്ന് പറഞ്ഞോ, അവർ ഹായ് രവി, ഹൗ ആർ യു എന്ന് ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പിന്നീടാണ് അതിനെക്കുറിച്ച് ആലോചിച്ചത്. പണ്ട് അവരിങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ ഹായ് ഹായ് എന്ന് പറയണമായിരുന്നു. ഹലോ, ഹായ്, നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആയേനെ. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഞാൻ കമന്ററി പറയാൻ വന്നതിന് ശേഷമാണ് സ്റ്റൈൽ മാറ്റിയതായി താങ്കൾ പറയുന്നു. പക്ഷെ ജനങ്ങൾ അങ്ങനെ കരുതുന്നില്ല. ഈ ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈനിൽ, അതായത് ഹെഡ് കോച്ചിന്റെ കാര്യത്തിൽ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ശാസ്ത്രി വലിയ അഹങ്കാരിയാണെന്ന് ബോർഡ് പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം കുംബ്ലെ മിലൻ ഷായും. ഇത് സത്യത്തിൽ അസൂയ കൊണ്ട് പറയുന്നതാണോ? അതെനിക്കും അറിയില്ല. അതായത് പറഞ്ഞു വന്നാൽ ജനങ്ങൾ എന്തു പറയാൻ ആഗ്രഹിക്കുന്നു അത് പറഞ്ഞോട്ടെ. പക്ഷേ എന്റെ മനസ്സ് വളരെ ക്ലിയർ ആയിരുന്നു. എനിക്കറിയാം ആ 18 മാസത്തിനിടെ ഞാൻ എന്താണ് ചെയ്തതെന്ന്. സത്യസന്ധമായി വിശ്വാസത്തോടെ നമ്മുടെ നാടിനു വേണ്ടി പ്രവർത്തിച്ചു. അതിന്റെ റിസൾട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സോ എനിക്ക് ഈ വിഷയത്തിൽ ഐ ഡോണ്ട് ഹാവ് ടു ഫീൽ അഫ്രൈഡ് അറ്റ് ഓൾ. ഞാനതിൽ അഭിമാനിക്കുന്നു, എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ. 18 മാസം ചെയ്ത ജോലിയെ പറ്റിയാണ് താങ്കൾ പറയുന്നത്. ഇതിനെക്കുറിച്ച് ഗൗതം ഗംഭീർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, 18 മാസം താങ്കൾ എന്താണ് ചെയ്തത്? ബംഗ്ലാദേശിനോടൊപ്പം സീരീസ് തോറ്റു, സൗത്ത് ആഫ്രിക്കയിലും പോയി തോൽക്കേണ്ടി വന്നു. താങ്കൾ ഹീറോ ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ പോയി തോൽക്കേണ്ടി വന്നു. നമ്മുടെ ഹ്യൂമൻ ബീയിങ് ഗൗതം ഗംഭീർ ഒരുപാട് മാച്ച് കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം എല്ലാ മാച്ചിലും സെഞ്ചുറി അടിക്കാൻ കഴിയില്ലെന്ന്. അദ്ദേഹത്തിന്റെ സീറോസും നമുക്ക് എണ്ണി പറയാൻ പറ്റും എത്ര എണ്ണം ഉണ്ടെന്ന്, അല്ലേ? നമ്മൾ മനുഷ്യരല്ലേ സാർ? എല്ലാ മാച്ചിലും ജയിക്കാൻ കഴിയുമോ? പക്ഷേ ഓവറോൾ പെർഫോമൻസ് നോക്കണം. എൻ്റെ ഒരു അഭിപ്രായം എന്തെന്ന് വെച്ചാൽ, അവസാന 2 വർഷത്തിനിടെ 18 മാസത്തെ ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നല്ല പെർഫോമൻസ് ആയിരുന്നു അക്രോസ് ഓൾ 3 ഫോർമാറ്റ്സ്. ഞാൻ ഡയറക്ടറായിരുന്നപ്പോൾ നമ്മുടെ ടീം നമ്പർ 1 നമ്പർ 1 ആയിരുന്നു, അതായത് T20. പിന്നെ നമ്പർ 2 വൺ ഡേ ഇന്റർനാഷണലിൽ. പക്ഷേ ബംഗ്ലാദേശിനോട് പരാജയപ്പെട്ടില്ലേ? ബംഗ്ലാദേശിനോട് പരാജയപ്പെട്ടിരുന്നു. അതിനുള്ള ക്രെഡിറ്റ് ബംഗ്ലാദേശിനാണ് കൊടുക്കേണ്ടത്. കാരണം ബംഗ്ലാദേശ് വളരെ നല്ലൊരു ടീമാണ്, നല്ല ടീമാണ്. തന്നെയുമല്ല, അവരുടെ റെക്കോർഡ്സൊക്കെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 വർഷത്തിനിടെ അവർ ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചിട്ടുണ്ട്, പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ട്, ന്യൂസിലാൻഡിനെയും തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് 2-1 തോറ്റത് ഇംഗ്ലണ്ടിനോട്. 2 വർഷത്തിനിടെ ആദ്യത്തെ ഡിഫീറ്റാണ്. പക്ഷേ തോറ്റുപോയാലും താങ്കൾക്ക് ദേഷ്യം വരും. സൗത്ത് ആഫ്രിക്കയോട് മുമ്പേ വെച്ച് തോറ്റുപോയപ്പോൾ താങ്കൾ ക്യൂറേറ്ററെ പോയി പിടിച്ചെന്ന് കേട്ടു. ഞാൻ ക്യൂറേറ്ററെ ഒന്നും പിടിക്കാൻ പോയിട്ടില്ല. അതായത് ശാസ്ത്രി ഭീഷണിപ്പെടുത്തിയാണെന്ന് കംപ്ലൈന്റ് ചെയ്തു. ഇല്ല, ഒരിക്കലുമില്ല. എന്നെ കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. ഏയ്, ഒരിക്കലുമില്ല. നിങ്ങൾ വേണമെങ്കിൽ നമ്മുടെ പിള്ളേരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്കറിയാം. പെൺകുട്ടികളോട് ചോദിച്ചാലോ? പെൺകുട്ടികളെ
പെൺകുട്ടികളുടെ പുറകെ നമ്മൾ പോവരുത്. ആ ഭാഗത്തേക്ക് നമ്മൾ പോവരുത്. അതായത് പക്ഷേ താങ്കൾ സൗരവ് ഗാംഗുലിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്, എനിക്ക് ബഹുമാനം നൽകിയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഇല്ല ഇല്ല ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതായത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതില് ബോർഡ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അതായത് സമയം തീരെ കുറവാണ്, നിങ്ങൾക്ക് 2 ദിവസത്തിനകം കൊൽക്കത്തയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി ഇത് നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ രവി, ഇത് അറഗൻസ് അല്ലേ? താങ്കൾ ആക്ച്വലി ബാങ്കോക്കിൽ വെക്കേഷൻ ആയിരുന്നു, ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചിനുള്ള ഇന്റർവ്യൂ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇന്റർവ്യൂ തരാമെന്ന് പറയുന്നതൊക്കെ അഹങ്കാരം പിടിച്ച കാര്യമല്ല. അല്ലല്ല അല്ല അല്ല, ഇത് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. ഞാൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. മെയിൽ വന്ന സമയത്ത് BCCIയിൽ നിന്ന് അതിൽ വ്യക്തമായി എഴുതിയിരുന്നു, 2 ഡേയ്സേ സമയമുള്ളൂ, ഒരുപക്ഷെ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ഇന്ന സമയത്ത് അതിൽ ടൈം മെൻഷൻ ചെയ്തിരുന്നു, ആ സമയത്ത് നിങ്ങൾ വീഡിയോ കോൺഫറൻസിൽ വരണമെന്ന് പറഞ്ഞിരുന്നു. സച്ചിൻ ഉണ്ടായിരുന്നു വീഡിയോ കോൺഫറൻസിൽ, VVS ലക്ഷ്മൺ, പിന്നെ സഞ്ജയ് ജഗ്ദാലിയാജി, അവരൊക്കെ ഉണ്ടായിരുന്നു. ഞാനെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, അതിലങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ, സച്ചിൻ ഇതിനുവേണ്ടി 6 മണിക്കൂർ 7 മണിക്കൂർ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു വീഡിയോ കോൺഫറൻസിന് വേണ്ടി. അവിടെ VVS ലക്ഷ്മൺ ഉണ്ടായിരുന്നു, സൗരവ് അന്ന് അവിടെ ഇല്ലായിരുന്നു. അന്ന് എനിക്ക് ശരിക്കും വിഷമമായി, ഞാൻ ഡിസപ്പോയിന്റഡ് ആയി. എനിക്ക് ആ സെലക്ഷനെ കുറിച്ച് വിഷമമേ ഇല്ലായിരുന്നു. എല്ലാവരും നല്ല ക്രിക്കറ്റേഴ്സാണ്, ആരെ സെലക്ട് ചെയ്യണം ആരെ ചെയ്യേണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഞാനും അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ എന്തിനാണ് ഡിസപ്പോയിന്റഡ് ആയെന്ന് വെച്ചാൽ, ഒരു വ്യക്തി 18 മാസം 20 മാസം സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട് കൺട്രിക്ക് വേണ്ടി. ഇതൊരു സെലക്ഷൻ പ്രോസസ്സാണ്, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ബഹുമാനം വേണം. പൊതുവെ പറയാറുണ്ട് സൗരവ് ഗാംഗുലി വലിയ ആളാണ്, മുട്ടാൻ പോകരുതെന്ന്. പക്ഷേ താങ്കൾ അദ്ദേഹത്തോട് മുട്ടാൻ പോയി. അതൊന്നും എന്നോട് നടക്കില്ല. അതുപോലെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഇംപ്രഷൻ ഉണ്ട്, ആക്ച്വലി അനിൽ കുംബ്ലെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം വളരെ സിമ്പിളാണ്, എല്ലാവരോടും വളരെ നന്നായിട്ട് സഹകരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ രവി ശാസ്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം ലോകത്താണ് ജീവിക്കുന്നത്. അല്ലല്ല, പലരും അങ്ങനെ പറയും. പിന്നെ ജനങ്ങൾ അവർക്ക് എന്ത് തോന്നുന്നു അത് പറയും. അതിൽ ഞാൻ ആക്ച്വലി അതായത് താങ്കളുടെ ഒരു ലോകത്ത് ജീവിക്കുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റിൽ 1ാമനായിരുന്നത്. നമ്പർ 1 ആയിരുന്നു T20യിൽ, പിന്നെ നമ്പർ 2 ആയിരുന്നു എന്റെ വൺഡേ ഗെയിമിൽ. കാരണം ഞാൻ എന്റെ ലോകത്തായിരുന്നു. സൗരവ് ഗാംഗുലിക്കും താങ്കൾക്കും എന്താണ് വഴക്ക്? വഴക്കൊന്നുമില്ല, അദ്ദേഹം ദാദയാണ്, ദാദ. അതായത് സൗരവ് എന്റെ ജൂനിയറാണ്. ഞാൻ വെസ്റ്റ് സോണിന് വേണ്ടി കളിക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം ഈസ്റ്റ് സോണിന് വേണ്ടി കളിക്കുകയായിരുന്നു. ഞാൻ ടാറ്റാസിൽ ജോലി ചെയ്യായിരുന്നു, ടാറ്റാസിന്റെ ക്യാപ്റ്റനായിരുന്നു ഞാൻ. എനിക്ക് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ എബിലിറ്റി കണ്ട് ഞാൻ ടാറ്റാസിലേക്ക് അദ്ദേഹത്തെ എടുക്കാൻ പറഞ്ഞു, ടാറ്റാസ് ടീമിലേക്ക്. അദ്ദേഹം ഇപ്പോഴും ടാറ്റാസ് ടീമിലുണ്ട്. അപ്പോൾ സൗരവ് എന്തുകൊണ്ടാണ് ഇന്റർവ്യൂവിന്റെ പകുതിയിൽ എഴുന്നേറ്റ് പോയത്? അത് നിങ്ങൾ സൗരവിനോട് തന്നെ ചോദിക്കണം. ഇവിടെ ഇന്റർവ്യൂ നടക്കുകയാണ്, സൗരവില്ല. ഈ ചോദ്യം നിങ്ങൾ സൗരവിനോട് തന്നെ ചോദിക്കുന്നത് നല്ലത്. അദ്ദേഹം അതിന് മറുപടി പറയും. പക്ഷെ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അനിൽ കുംബ്ലെ ടീമിന്റെ ഹെഡ് കോച്ച്, താങ്കൾക്ക് ആ പൊസിഷൻ ലഭിക്കാത്തത് കൊണ്ട് ചില സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അനിൽ കുംബ്ലെ നല്ലൊരു കോച്ചാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അദ്ദേഹം വളരെ നല്ല ക്രിക്കറ്ററാണ്. ഒരു കോച്ച് എന്ന നിലയ്ക്ക് ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അതായത് ഒരാളെ ജഡ്ജ് ചെയ്യണമെങ്കിൽ 1 വർഷം 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എടുക്കും. കാരണം ഇപ്പൊ പുതിയതായി വന്നിട്ടേ ഉള്ളൂ. അതായത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല അവർ നന്നായി കളിക്കില്ലെന്ന്. വളരെ നന്നായി കളിക്കും. കാരണം അദ്ദേഹം കഴിവ് തെളിയിച്ച ക്രിക്കറ്ററാണ്. അദ്ദേഹം 600-ൽ കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഒരു ഫൈറ്ററാണ്. ഇതുപോലെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് യങ്സ്റ്റേഴ്സിന് ഒരുപാട് പഠിക്കാനുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. അനിലിന്റെ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ, അദ്ദേഹം ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. മാച്ച് അവസാനിക്കുന്നതുവരെ പോരാടിക്കൊണ്ടിരിക്കും. സോ ആ ക്വാളിറ്റിയൊക്കെ ടീമിനും കിട്ടും. എന്റെ അഭിപ്രായത്തിൽ അതൊക്കെ ടീമിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. അദ്ദേഹം ഒരു കണ്ടംപററി ക്രിക്കറ്റർ. അദ്ദേഹം കുറെ നാൾ മുമ്പ് RCBയിൽ മെന്ററായിരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ മെമ്പറായിരുന്നു. ക്രിക്കറ്റും കളിച്ചിരുന്നു 2007-ലും 2008-ലും. സോ അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, അത് വളരെയേറെ ഗുണം ചെയ്യും ഇന്ത്യൻ ടീമിന്. അത് വളരെയേറെ ഗുണം ചെയ്യും. ഇന്റഗ്രിറ്റി എക്സ്പീരിയൻസ് ഒക്കെ താങ്കൾക്കും ഉണ്ടല്ലോ, അപ്പൊ താങ്കൾക്കും ഒരു കോച്ചാവാം. എനിക്ക് കിട്ടിയ സമയം വെറും 18 മാസമാണ്. ആ 18 മാസത്തെ വിലപ്പെട്ട ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് ഞാൻ BCCIക്ക് നന്ദി പറയാണ്. എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തന്നത്. അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ടീമിനെ നന്നായി കളിപ്പിക്കണം, അതും കുറഞ്ഞ സമയം കൊണ്ട്. നന്നായി കളിച്ചതിന് പ്ലെയേഴ്സിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. വളരെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് കുറഞ്ഞ സമയം കൊണ്ട് അക്രോസ് ഓൾ 3 ഫോർമാറ്റ്സ്.
ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. സർ, നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ടീമിനെ നിങ്ങൾ വെറും 18 മാസങ്ങൾ കൊണ്ടാണ് തയ്യാറാക്കി എടുത്തത് എന്നാണ്. ബട്ട് നിങ്ങൾ അവിടെ മാനേജറായിട്ട് ഇല്ലാതിരുന്നപ്പോൾ അപ്പോഴും ടീമിന് വേൾഡ് കപ്പ് ജയിക്കാനായി. അതിനു മുന്നേ T20 വേൾഡ് കപ്പും ജയിച്ചു, ടെസ്റ്റിലും നമ്പർ 1 ആയിരുന്നു. സോ എന്ത് ഡിഫറൻസ് ആണുള്ളത് സർ? ഡിഫറൻറ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ ടീമിനെ ടേക്ക് ഓവർ ചെയ്തപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞ 12 മാസത്തിനിടെ അത്ര നല്ലതല്ലായിരുന്നു. അന്ന് ടീം ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടിരുന്നു. പിന്നെ ഒരുപാട് ടെസ്റ്റ് മാച്ചുകൾ 1.5 ദിവസം, 2 ദിവസം, 3 ദിവസത്തിലൊക്കെ അവസാനിച്ചു. അന്ന് നമ്മുടെ പ്ലേയേഴ്സിന്റെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരുന്നു. സോ അന്ന് എന്നോട് പറഞ്ഞു ടീമിനെ ടേക്ക് ഓവർ ചെയ്യാൻ. ഞാൻ എൻ്റെ കോച്ചിങ് സ്റ്റാഫിനെ കൂടെ കൊണ്ടുവന്നു. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ധാരാളം കോച്ചസ് വന്നു. സഞ്ജയ് ബംഗർ, ഭരത് അരുൺ, ശ്രീധർ, ഇപ്പോഴും അദ്ദേഹം ടീമിൽ. ഒരുപക്ഷെ നമ്മൾ അന്ന് ഗ്യാരി കിസ്റ്റനെ റിട്ടേൺ ചെയ്തിരുന്നെങ്കിൽ ആഫ്റ്റർ വേൾഡ് കപ്പ് നമ്മളുടെ ടീം അതേ അവസ്ഥയിൽ തന്നെ കളിക്കുമായിരുന്നോ? കളിച്ചിരുന്നല്ലോ, കുറെ നാൾ കളിച്ചല്ലോ. പിന്നെ അദ്ദേഹം പോയതാണ്, ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്നെ പോയതാണ്. അതുകൊണ്ടാണ് ഡങ്കൺ ഫ്ലെഡ്ജറിനെ അപ്പോയിന്റ് ചെയ്തത്. ഡങ്കൺ ഫ്ലെഡ്ജർ 2 വർഷമുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം ശരിക്കും 4 വർഷമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി കഴിയുമ്പോഴാണ് ഞാൻ വരുന്നത്. ആ പീരീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ പെർഫോമൻസ് അത്ര നല്ലതല്ലായിരുന്നു. 4-0 ഇംഗ്ലണ്ടിനോട് തോറ്റു, 4-0 ഓസ്ട്രേലിയയോട് തോറ്റു. ഇത്തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു അന്നത്തേത്. നമ്മുടെ ടീമിൽ ആക്ച്വലി പുതിയ ആൾക്കാരുണ്ട്, എക്സ്പീരിയൻസ് ആൾക്കാരുണ്ട്. താങ്കൾ ഡയറക്ടറായിരുന്ന സമയത്ത് എല്ലാവരും താങ്കൾ പറയുന്നത് കേൾക്കുമായിരുന്നു. തീർച്ചയായും ഇത് വളരെ ഡിസിപ്ലിൻഡ് ആയ സൈഡാണ്. ഒരു കാര്യം എനിക്ക് നിങ്ങളെ അറിയിച്ചേ പറ്റൂ. അതെന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ വർക്ക് എത്തിക്സ് എന്നാൽ, അതായത് ഗെയിമിന് അവർ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എനിക്ക് അത്ര ഫോക്കസ്ഡായി ഇരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. വളരെ ഫോക്കസ്ഡ് ആയിരുന്നു, എസ്പെഷ്യലി യങ്ങേഴ്സ്. ഇപ്പോൾ IPL ഉണ്ട്, ഗെയിമിന് ധാരാളം പണം ഇറക്കുന്നുണ്ട്. എന്നാലും ഇവരുടെ ഫോക്കസ് ടെസ്റ്റ് ക്രിക്കറ്റിലാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ MS ആയിക്കോട്ടെ, വിരാട് കോഹ്ലി ആയിക്കോട്ടെ, രോഹിത് ശർമ്മ ആയിക്കോട്ടെ, റാണെ ആയിരിക്കട്ടെ, അവർക്കാർക്കും ഈഗോ ഇല്ല. ടീം സ്പിരിറ്റ് വളരെ അത്ഭുതകരമായിരിക്കും. ഇപ്പോൾ MS ധോണിയുടെ കാര്യത്തിൽ, വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ താങ്കളുടെ പേരിൽ പല കംപ്ലൈന്റും ഉണ്ട്. അതെയോ?